എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിസോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു TWS അല്ലെങ്കിൽ ഇയർബഡ്സ് ആണ് ഡിസോ ബഡ്സ് സി പ്രോ. ഓൾറെഡി ഡിസോ ബഡ്സ് സിയുടെ അൺബോക്സിംഗ് ആൻഡ് ഓവിയോ നിങ്ങൾ നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല വർത്ത് ബൈങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഡിസോ ബഡ്സ് സി. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ ഡിസോ ബഡ്സ് സി പ്രോ നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുകളിലായിട്ട് ഡിസോ ബഡ്സ് സി പ്രോ എന്നും കൂടാതെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഫോട്ടോയും കാണാം. തൊട്ട് താഴെയായിട്ട് റിയൽമി ടെക് ലൈഫിന്റെ ലോഗോ ഉണ്ട്. വളരെ സൈഡിൽ കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. ഇടതുവശത്ത് ഡിസോ അതുപോലെ തന്നെ റിയൽമി ടെക് ലൈഫ് എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. പുറകിൽ നോക്കുവാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് ഡിസംബർ 2021 കൂടാതെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 3999 രൂപയെന്ന് കാണുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു ഓറഞ്ച് ബ്ലാക്ക് കളറാണ്. ഇതല്ലാണ്ട് നമുക്ക് ഓഷൻ ബ്ലൂ എന്ന് പറഞ്ഞ മറ്റൊരു കളറും അവൈലബിൾ ആണ്. ഏതിനായാലും ഇപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കാണാൻ സാധിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 2599 രൂപയാണ്. ഈവൻ നമ്മുടെ ആ ഒരു ബിഗ് സേവിംഗ് ഡേ നടക്കുവാണ്, എന്നിട്ട് പോലും വില എന്ന് പറയുന്നത് 2599 രൂപ തന്നെയാണ്. പക്ഷേ ഇത് ലോഞ്ചിങ് ഓഫർ റേറ്റ് എന്നുള്ള രീതിക്ക് 2299 രൂപയ്ക്ക് ലഭ്യമായിരുന്നു ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം. എന്തായാലും ഇവിടെയും നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഡിസംബറിലാണെങ്കിൽ പോലും നമ്മളിപ്പോൾ 2-3 പ്രോഡക്റ്റുകൾ ഇപ്പോൾ അൺബോക്സിൽ കാണുന്നതാണ്. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഡിസംബർ അല്ലെങ്കിൽ നവംബർ ഒക്കെയാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രോഡക്റ്റുകളൊക്കെ തന്നെ ജനുവരിയിൽ ലോഞ്ച് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ഇയർബഡ് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഒരു ടൈപ്പ് സി മിനി കേബിളും കൂടാതെ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളും ഉണ്ട്. അതല്ലാണ്ട് കുറച്ച് എന്താ പറയുക അതല്ലാണ്ട് ഒരു യൂസർ ഗൈഡുമാണ് നമുക്ക് ഈ ഒരു ഇയർബഡിന്റെ കൂടെ ലഭ്യമാകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസോ ബഡ്സ് സി പ്രോ. എന്തായാലും ഒരൊറ്റ നോട്ടത്തിൽ ബഡ്സ് സിയുടെ ലുക്ക് തന്നെയാണ്. എന്നാൽ ഇതും അതായത് നമ്മുടെ ബഡ്സ് സിയും ബഡ്സ് സി പ്രോയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആകുമ്പോഴത്തേക്ക് അതായത് സി പ്രോയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഗ്ലോസി ഫിനിഷ്ഡ് കേസുമാണ്. എന്നാൽ നമ്മുടെ ബഡ്സ് സിയിലേക്ക് വരുമ്പോഴത്തേക്ക് അത് മാറ്റ് ഫിനിഷ് ആണ്. ഈ ഒരു ഒറ്റ വ്യത്യാസം മാത്രമാണ് ഫിസിക്കലി കേസിൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഫ്രണ്ടിൽ ഒരു LED ഇൻഡിക്കേറ്ററും കൂടാതെ ഡിസോയുടെ ലോഗോയും ഉണ്ട്. തൊട്ട് താഴെയായിട്ട് ഒരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 350 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. ഈ ഒരു 350 mAh നിന്ന് നമുക്ക് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത് 25 മണിക്കൂറാണ്. കൂടാതെ 100% എത്താനായിട്ട് 2 മണിക്കൂറും കമ്പനി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് കഴിഞ്ഞാൽ 120 മിനിറ്റും നമ്മുടെ ഇയർബഡിൽ നിന്നും ടോട്ടൽ പ്ലേ ടൈം കമ്പനി പറയുന്നുണ്ട്. ഇനി ഈ ഒരു കേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇയർബഡുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഉൾഭാഗം കണ്ടോ ഒരു ഓറഞ്ച് കളറാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് എന്നുള്ള ഒരു കോമ്പിനേഷനിലുള്ളതാണ്. എന്നാൽ ഇവിടെ നമുക്ക് ഓറഞ്ച് കാണുന്നത് ഈ ഒരു കേസിന്റെ ഉള്ളിലും അതേപോലെ തന്നെ ഡിസോയുടെ ലോഗോയിലുമാണ്. പിന്നെ ഈ ഒരു കേസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കേസിന്റെ കവർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏത് ഡിവൈസിലാണോ ഓൾറെഡി പെയർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കണക്ട് ആവുന്നുണ്ട്. ഇനി ഇയർബഡുകളെ കുറിച്ച് പറയുവാണെങ്കിൽ ജസ്റ്റ് ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ. ഇവിടെയും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഡിസോ ബഡ്സ് സി അത് തന്നെയാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഡിസോ ബഡ്സ് സി ആണോ അതല്ല ബഡ്സ് സി പ്രോ ആണോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ചെറിയൊരു പാടുണ്ട്. എന്തായാലും ഏറ്റവും പറയലായിട്ട് നമ്മുടെ ആ ഒരു ലൈറ്റ് ഡിസൈനും ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലോസി ഫിനിഷ് ഡിസൈനോട് കൂടിയിട്ടാണ് നമ്മുടെ ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുന്നത്. 10mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് ഈ 2 ഇയർബഡുകളിലും ഉള്ളത്. കൂടാതെ 43 mAh വീതം ഈ 2 ഇയർബഡുകളിലും ഉള്ളത് കൊണ്ട് തന്നെ ഒരൊറ്റ സിംഗിൾ ചാർജിൽ നമുക്ക് 7 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ആ ഒരു പ്ലേ ടൈം എന്ന് പറയുന്നത്. എന്നാൽ 7 മണിക്കൂർ നമ്മൾ 50% കേട്ടാൽ മാത്രമേ പറ്റത്തുള്ളൂ. അതർവൈസ് നമുക്കൊരു 5ലേക്കോ അല്ലെങ്കിൽ 4ലേക്കൊക്കെ പോവും. ഒരു 43 mAh ചാർജ് ആകാനായിട്ട് കമ്പനി അവകാശപ്പെടുന്ന സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. കംഫർട്ടിനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് എന്താ പറയുക, അത്യാവശ്യം നല്ല പാസീവ് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉണ്ട്. പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ ചെവിയിൽ ഇരിപ്പുണ്ട്. ബഡ്സ് സി എന്താണോ അത് തന്നെയാണ് ഇവിടെയും, വേറെ ഒരു വ്യത്യാസവും ഇല്ല. 3.9 ഗ്രാംസ് മാത്രമാണ് ഓരോ ഇയർബഡുകളുടെയും വെയിറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയണത് നമ്മുടെ ചെവിയിൽ അങ്ങോട്ട് എന്താ പറയുക കുറേ നേരം ഇരുന്നാൽ പോലും അങ്ങോട്ട് വെയിറ്റ് അല്ലെങ്കിൽ ഒരു സംഭവം ഇരിക്കുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടാവത്തില്ല. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ റിയൽമി ലിങ്ക് ആപ്പായിട്ട് വർക്കാവും. എന്തായാലും ആ ഒരു ആപ്പിലേക്ക് പോവാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡിസോ ബഡ്സ് സി പ്രോ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതിൽ ഞെക്കുമ്പോഴത്തേക്ക് കണ്ടോ
ഇയർബഡുകൾ ലെഫ്റ്റിന് 100% ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റിലും 100% ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ നോയ്സ് കൺട്രോൾ, ഇതിനകത്ത് ANC ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അത് നമുക്ക് മാനുവലി ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഓണും ഓഫും ഒക്കെ ആക്കാം. ഇപ്പോൾ നോർമൽ ആണ് ഇട്ടിരിക്കുന്നത്, എന്നാൽ ഇവിടെ നമുക്ക് എന്താ പറയുക നോയ്സ് ക്യാൻസലേഷൻ ആക്കി കഴിഞ്ഞാൽ അപ് ടു 25 dB വരെ നമുക്ക് നോയ്സ് ക്യാൻസൽ ചെയ്ത് പെർഫെക്റ്റ് ഒരു എന്താ പറയുക നമ്മൾ പുറത്താണെങ്കിൽ പോലും നമ്മുടെ വർക്കിലൊക്കെ എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പാട്ട് കേൾക്കുന്നതിൽ പെർഫെക്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ട്രാൻസ്പെറൻസി മോഡ്, നമ്മുടെ ഇയർബഡ് ഊരാണ്ട് തന്നെ നമ്മുടെ പുറത്തുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കാനും ഈ ഒരു ട്രാൻസ്പെറൻസി മോഡ് കൊണ്ട് സാധിക്കും. അതേപോലെ തന്നെ സൗണ്ട് എഫക്റ്റ് നോക്കുവാണെങ്കിൽ എല്ലാത്തിലും പോലെ ഡൈനാമിക്, ബേസ് ബൂസ്റ്റ് പ്ലസ് ബ്രൈറ്റ് ഒക്കെ ഉണ്ട്. ബ്രൈറ്റ് ഇടുവാണെങ്കിൽ നമുക്ക് വോക്കൽ ഡോമിനേറ്റഡ് ആയിരിക്കും, ഡൈനാമിക് ആണെങ്കിൽ ബാലൻസ്ഡ് ആയിരിക്കും, ബേസ് ബൂസ്റ്റ് പ്ലസ് ആകുമ്പോഴത്തേക്ക് കുറച്ച് ബേസ് നല്ല ഡോമിനേറ്റഡ് ആയിട്ട് കേൾക്കും. കൂടാതെ വോളിയം എൻഹാൻസർ ഇടുവാണെങ്കിൽ നമ്മൾ ഒരു 100% കേൾക്കുന്ന പാട്ട് ഒരു 150 അല്ലെങ്കിൽ ഒരു 125 മാറുന്ന പോലൊരു സൗണ്ട് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇതിനകത്തൊരു ഗെയിം മോഡ് ഉണ്ട്. 88 ms ലോ ലേറ്റൻസി ആണ് ഇവിടെ ഉള്ള ഗെയിം മോഡ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതുപോലെ ഓണും ഓഫും ഒക്കെ ആക്കാം, അതർവൈസ് നമുക്ക് ടച്ച് കൺട്രോളിൽ ഈ ഒരു ഗെയിം മോഡ് മാറ്റാം. പക്ഷേ ഗെയിം മോഡ് മാറ്റണമെങ്കിൽ ഈ ഒരു ബട്ടൺ സെറ്റിംഗ്സിൽ പോയിട്ട് ഇതിൽ ഏതാണോ, അതായത് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഗെയിം മോഡ് ആവണോ അല്ലെങ്കിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഗെയിം മോഡ് ആവണോ, ഏതാന്ന് വെച്ചാൽ ചൂസ് ചെയ്തിട്ട് ആക്കാം. കാരണം ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ബട്ടൺ സെറ്റിംഗ്സിൽ നോക്കുവാണെങ്കിൽ ഇടതിലായാലും വലതിലായാലും ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പ്ലേയും പോസും അല്ലെങ്കിൽ കോൾ എടുക്കാനും കോൾ കിട്ടാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കാണ്. അത് നമ്മൾ റൈറ്റിലും ലെഫ്റ്റിലും ചെയ്താലും നെക്സ്റ്റ് ട്രാക്കിലേക്കേ പോകത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് നമ്മുടെ മറ്റുള്ള ഇയർബഡുകൾ പോലെ വലതുവശത്ത് ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്കും ഇടതുവശത്ത് ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പ്രീവിയസ് ട്രാക്കിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു കണ്ടോ ലെഫ്റ്റ് ഇയർബഡിൽ ട്രിപ്പിൾ ടാപ്പ് നെക്സ്റ്റ് ട്രാക്ക് എന്ന് മാറ്റിയിട്ട് ഈ ഒരു പ്രീവിയസ് ട്രാക്ക് കൊടുത്താൽ മതി. ഇനി നിങ്ങൾ ലെഫ്റ്റിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്ക് പോകും. അതേപോലെ തന്നെയാണ് ടച്ച് ആൻഡ് ഹോൾഡിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗെയിം മോഡ് വേണമെങ്കിൽ അത് പോവാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇടതുവശത്ത് ഡബിൾ ടാപ്പ് ചെയ്താൽ എന്താ പറയുക ഗെയിം മോഡ് ഓൺ ആക്കണമെങ്കിൽ അതൊക്കെ ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് ലെവലിൽ ഈ ഒരു ബട്ടൺ സെറ്റിംഗ്സിൽ വന്നിട്ട് മാറ്റിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ അതിൽ കാണുന്ന മറ്റൊരു സംഭവമാണ് ഓട്ടോ ആൻസർ. അതായത് നമ്മുടെ കേസിന്റെ കവർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കോൾ വരുവാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു റിയൽമി ലിങ്ക് ആപ്പിൽ പൊതുവെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.2 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. ഇനി അതല്ല എന്തെങ്കിലുമൊക്കെ ഒരു വർഷത്തിനുള്ളിൽ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് സർവീസും ഈ ഒരു പ്രോഡക്റ്റിൽ നിന്നും ലഭ്യമാകുന്നതാണ്. ഇനി നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് വരാം, അതായത് മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റി. ഇതിനകത്ത് നമുക്ക് ഡ്യുവൽ മൈക്ക് ENC ആണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഡിസോ ബഡ്സ് സീനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു മൈക്ക് ക്വാളിറ്റി ആയിരിക്കാം ഇതിനകത്ത് നമുക്ക് ലഭ്യമാകുക. എന്തായാലും നിങ്ങൾ ഇപ്പോൾ അത് കേൾക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡിസോ ബഡ്സ് സി പ്രോയിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലി സംസാരിക്കുവാണ്, കാരണം അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡിസോ ബഡ്സ് സീനേക്കാളും മൈക്ക് ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഈ ഒരു ഡിസോ ബഡ്സ് സി പ്രോയുടെ? ഏതായാലും അത് കമന്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇനി നമ്മുടെ മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവിടെ എപ്പോഴും അല്ലെങ്കിൽ ഡിസോയിൽ നമുക്ക് എപ്പോഴും ഡ്രോബാക്ക് ആയിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് കോഡക്കിൽ SBC കോഡക്സ് മാത്രമാണ് ഇവിടെ നമുക്കുള്ളത്. AAC ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ 100%-ലൊക്കെ പാട്ട് കേൾക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ചെറിയൊരു പതർച്ച ഫീൽ ചെയ്യും. എന്നാൽ എല്ലാ പാട്ടുകൾക്കും ആ ഒരു ഫീലിംഗ് ഇല്ല, എന്നാൽ പോലും അങ്ങനെ ഫീൽ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ അധികം പാട്ടുകൾ കേട്ട് നോക്കി, അതിൽ ചില പാട്ടുകളൊക്കെ ഇതുപോലെ എന്താ പറയുക ഒരു പതർച്ച ഉണ്ട്. പക്ഷേ കുറച്ച് പാട്ടുകളിൽ അങ്ങനെ ഒരു ഫീലും ഉണ്ടാവുന്നില്ല. ബേസ് നല്ല ഡോമിനേറ്റഡ് ആണ്, ഈവൻ നമ്മൾ ഡൈനാമിക്കിൽ ഇടുമ്പോൾ പോലും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ബേസ് ബൂസ്റ്റ് പ്ലസിലൊക്കെ ഇടുവാണെങ്കിൽ ഭയങ്കര അടിപൊളി ബേസിൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റിൽ നിന്നും ഔട്ട്പുട്ട് ലഭ്യമാകും. നിങ്ങൾക്ക് വോക്കൽ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേസ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഏതാണെങ്കിൽ പോലും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൽ വേറെ ഒരു കുഴപ്പമില്ല. AAC ഇല്ല എന്നുള്ള ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര ലൗഡായിട്ടൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു പതർച്ച ഉണ്ടാവും. അതർവൈസ് ഒരു 70% അല്ലെങ്കിൽ 60% അല്ലെങ്കിൽ ഒരു 80% പോലും നമുക്കിതിൽ ഒരു പെർഫെക്റ്റ് കണ്ടീഷനിൽ പാട്ട് കേൾക്കാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 88 ms ലോ ലേറ്റൻസി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമൊക്കെ അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ BGMI ഒന്ന് കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. നമുക്ക് എന്താ പറയുക നോർമലി ഡിസോ ബഡ്സ് സീലൊക്കെ നിങ്ങൾ കണ്ട ഔട്ട്പുട്ട് ഇല്ലേ, അത് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അല്ലാണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ യൂട്യൂബൊക്കെ ആണെങ്കിൽ നമുക്ക് ഗെയിം മോഡൊന്നും ഓൺ ആക്കാണ്ട് പോലും കാണാം, അതിലും വേറെ പ്രശ്നമൊന്നുമില്ല. അതിനൊക്കെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൂടൂത്ത് വേർഷൻ 5.2 തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു ഡിസോ ബഡ്സ് സീനെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 2599 രൂപയ്ക്ക് ഇത് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഡിസോ ബഡ്സ് സിയും ഈ ഒരു പ്രോഡക്റ്റും നമ്മൾ നോക്കുവാണെങ്കിൽ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനകത്ത് ANC ഉണ്ടെന്നുള്ള വ്യത്യാസം
മാത്രമാണ്. അതർവൈസ് എന്താ പറയുക, ഡിസോ ബഡ്സ് സി വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ANC വേണ്ടാന്നുണ്ടെങ്കിൽ, കാരണം 600 രൂപ ലാഭമാണ് ഈ ഒരു ANC വേണ്ടാണ്ട് നിങ്ങൾ ഡിസോ ബഡ്സ് സി വാങ്ങിക്കുവാണെങ്കിൽ. ഇനി അതല്ല നിങ്ങൾക്ക് ANC ഒക്കെ വേണം, അതല്ല മൈ ക്വാളിറ്റി ഡിസോ ബഡ്സ് സീനേക്കാളും ബെറ്റർ ആയിട്ട് ഇതിൽ തോന്നിയെങ്കിൽ അതും വെച്ചിട്ട് നിങ്ങൾക്ക് 2599 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം. ഇനി ഓഫർ സമയങ്ങളിൽ മിക്കവാറും ഇത് 2299 രൂപയ്ക്ക് തന്നെ ആയിരിക്കും ലഭ്യമാകുക. ഒരു 2000 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണടച്ച് നിങ്ങൾ ഇത് വാങ്ങിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ടാന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസോ ബഡ്സ് സി പ്രോയിനെ കുറിച്ചിട്ട് പറയാനുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് ഔട്ട്ഡോർ മൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഇൻഡോർ മൈ ക്വാളിറ്റി കൂടാതെ ലോ ലേറ്റൻസി ടെസ്റ്റ് ഒക്കെ വേണമെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ അടുത്ത് തന്നെ ഞാൻ ഇത് വെച്ചിട്ട് ഗെയിം കളിക്കുന്നതും അല്ലെങ്കിൽ ഔട്ട്ഡോറിൽ പോയിട്ട് സംസാരിക്കുന്നതൊക്കെ വീഡിയോ ചെയ്യുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.